MSFകാരൻ പോലീസ് കുടുംബമായിട്ട് മാളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തല്ലിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും പ്രചാരണം? ആ പ്രചാരണത്തിന് ആരായിരിക്കും നേതൃത്വം കൊടുക്കുക? സർവ്വ ഇടതുപക്ഷ പുരോഗമന ബുദ്ധിജീവികൾ ഇറങ്ങും. മലപ്പുറത്ത് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ മാർച്ചുകളുടെ വീഡിയോസ് മാത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മലപ്പുറം പോലീസ് പെരുമാറിയത്. നിഷാദ് ഇപ്പോൾ അവിടുത്തെ ശംഖുമുഖത്ത് ഒരാളെ തല്ലുന്ന വിശദീകരിച്ചില്ലേ? അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ മാരകമായ രീതിയിൽ പോലീസ് നിശ്ചയിച്ച് ഇവരെ തല്ലിച്ചതക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് വന്നിട്ട് തല്ലുകയാണ് എന്ന് ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ തല്ലിച്ചതച്ചതിൻ്റെ എത്രയും ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈബ്രറിയിൽ കാണാൻ പറ്റും. ആ കുട്ടികൾ, മലപ്പുറത്ത് ആ കുട്ടികൾ ഈ സുജിത് ദാസിൻ്റെ പോലീസിനെ ഇങ്ങനെ പിറകെ പോയി തല്ലിയെന്ന് വിചാരിക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് SFIക്കാർ ചെയ്തതുപോലെ പിറകെ പോയി തല്ലിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രചാരണം? എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിനെ തല്ലി, മലപ്പുറത്തെ MSFകാരൻ പോലീസിനെ തല്ലിയാൽ അയാൾ കുടുംബമായിട്ട് മാളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തല്ലിയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും പ്രചാരണം? ആ പ്രചാരണത്തിന് ആരായിരിക്കും നേതൃത്വം കൊടുക്കുക? സർവ്വ ഇടതുപക്ഷ പുരോഗമന ബുദ്ധിജീവികൾ ഇറങ്ങും. എന്താ പറയുക അവർ? ഭരണകൂടത്തെ ആക്രമിക്കുന്ന തീവ്രവാദ സംഘം എന്നൊക്കെ പറഞ്ഞ് മലപ്പുറം ഒരു പ്രത്യേക റിപ്പബ്ലിക്കായി മാറുന്നു. അവിടെ പോലീസുകാരന് കുടുംബസമേത ഷോപ്പിംഗ് നടത്താൻ പോലും അവകാശമില്ല. ഇസ്ലാമിക മതരാഷ്ട്രവാദത്തിൻ്റെ പുതിയ പിത്തലാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സിദ്ധാന്തങ്ങൾ സകല പുരോഗമന ബുദ്ധിജീവികളും ഇവിടെ എഴുന്നള്ളിക്കും. രണ്ടാം പക്കം ഈ പറയുന്ന ഹിന്ദി ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളും അത് ബ്രേക്കിംഗ് ന്യൂസാക്കും, ഹെഡ്ലൈനാക്കും, അന്ത്യചർച്ചയാക്കും. മലപ്പുറത്ത് പോലീസിന് കുടുംബവുമായിട്ട് ഷോപ്പിംഗ് നടത്താൻ പോലും ഉള്ള സാഹചര്യമില്ല എന്ന പ്രചാരണം ദേശീയ തലത്തിൽ നടക്കും. ഇത് SFIയുടെ ആളുകളായതുകൊണ്ടും അവർ ബൈ ഡിഫോൾട്ട് മതേതരവാദികളായതുകൊണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തല്ലുന്നു, തല്ല് കിട്ടിയ പോലീസുകാരന് ജാമ്യമില്ലാ കേസ് വരുന്നു. ഇത്രയേ ഉള്ളൂ. ഈ സംസ്ഥാനത്തെ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണകാലം എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സാമാന്യം ഭേദപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും കാലുഷ്യമുണ്ടാകും, സമൂഹത്തിൽ കാലുഷ്യമുണ്ടാക്കിയ ഒരു 10 വർഷം എന്നുള്ളതാണ്. ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ കില്ലിംഗ് നടന്നിട്ടുള്ളൊരു കാലമാണെന്ന് ഓർക്കണം. എൻകൗണ്ടർ കില്ലിംഗ് നമ്മൾ എവിടുന്നാണ് സാധാരണ കേൾക്കാറ്? എൻകൗണ്ടർ കില്ലിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ചിത്രം ഏതായിരിക്കും? ഗുജറാത്തല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ലേ? നോക്കൂ, ഇത്രയധികം എൻകൗണ്ടർ കില്ലിംഗ് നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല.